അധ്യായം 7. വിസ്മയാവഹമായ അവതാരം, സായിബാബയുടെ സ്വഭാവം, യോഗസാധനകൾ, സർവവ്യാപിത്വം, കുഷ്ഠരോഗി ഭക്തൻ്റെ സേവനങ്ങൾ, കബർത്തിയുടെ മകൻ്റെ പ്ലേഗ്, പന്ധർപൂർ യാത്ര. വിസ്മയാവഹമായ അവതാരം. സായിബാബയ്ക്ക് എല്ലാ യോഗസാധനങ്ങളും അറിയാമായിരുന്നു. 6 സമ്പ്രദായങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിൽ ധൗതി, അതായത് 22 അടി നീളം 3 ഇഞ്ച് വീതിയുള്ള തുണി നനച്ച് വിഴുങ്ങി വയർ ശുദ്ധിയാക്കൽ, ഖണ്ഡയോഗം, അതായത് അവയവങ്ങൾ വേർപ്പെടുത്തി യോജിപ്പിക്കൽ, സമാധി മുതലായവയും അദ്ദേഹത്തിന് നല്ല വശമായിരുന്നു. അദ്ദേഹം ഹിന്ദുവാണെന്ന് നിങ്ങൾ ധരിച്ചാൽ കാഴ്ചയിലൊരു മുസ്ലിം പോലെ തോന്നും. മുസ്ലിമാണെന്ന് ധരിച്ചാൽ കാഴ്ചയിലൊരു ഭക്തനായ ഹിന്ദുവിനെ പോലെ തോന്നും. യാതൊരാൾക്കും അദ്ദേഹം ഹിന്ദുവോ മുസ്ലിമോ എന്നറിയില്ല. രാമനവമി ഉത്സവവും ചന്ദന എഴുന്നള്ളിപ്പും അദ്ദേഹം ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചു. ഈ ഉത്സവത്തിന് ഗുസ്തി മത്സരം നടത്തി സമ്മാനങ്ങൾ കൊടുത്തു. ഗോകുലാഷ്ടമിക്ക് ഗോപാലകല എന്ന അടിയന്തരവും നടത്തും. ഈദ് അവസരത്തിൽ മുസ്ലിങ്ങളെ കൊണ്ട് മസ്ജിദിൽ ഖുറാൻ ചൊല്ലിക്കും. ഒരു മുഹറത്തിന് മസ്ജിദിൽ മുസ്ലിങ്ങൾ ഒരു താബൂത് ഉണ്ടാക്കി വെച്ച് അവിടെ എഴുന്നള്ളിപ്പായി കൊണ്ടുപോകാൻ അനുവാദം ചോദിച്ചു. സായിബാബ അനുവദിക്കുകയും താബൂത് 4 ദിവസം വെച്ച് 5-ാം ദിവസം എഴുന്നള്ളിച്ചു കൊണ്ടുപോകാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം മുസ്ലിമാണെന്ന് വാദിച്ചാൽ കാതുകുത്തിയിട്ടുണ്ട്, ഹിന്ദുവാണെന്ന് വാദിച്ചാൽ സുന്നത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഹിന്ദുവാണെന്ന് വാദിച്ചാൽ താമസം എപ്പോഴും പള്ളിയിലാണ്. മുഹമ്മദനെന്ന് വാദിച്ചാൽ എപ്പോഴും കെടാത്ത അഗ്നി സൂക്ഷിക്കുന്നു. മുഹമ്മദ് മതത്തിന് വിരുദ്ധമായി തിരിക്കൽ കൊണ്ട് ധാന്യം പൊടിക്കും, മണിയടിച്ച് ശംഖ് വിളിക്കും, അഗ്നിയിൽ ഹോമിക്കും, ഭജന പാടും, അന്നദാനം, ബാബയുടെ പാദത്തിന് അർഘ്യപൂജ ഇതെല്ലാം അനുവദിച്ചിരുന്നു. മുഹമ്മദനെന്ന് ധരിച്ചാൽ ഉത്തമ ബ്രാഹ്മണരും അഗ്നിഹോത്രികളും അവരുടെ യാഥാസ്ഥികത്വം മറന്ന് കാൽക്കൽ വീണ് നമസ്കരിക്കും. അദ്ദേഹത്തിൻ്റെ സ്വദേശത്തെപ്പറ്റി അന്വേഷിക്കാൻ പോയാൽ ദർശനമാത്രയിൽ തന്നെ നിശബ്ദനായി പോകും. ഒരാൾക്കും സായിബാബ ഹിന്ദുവോ മുസ്ലിമോ എന്ന് തീർത്ത് പറയാനാവില്ല. സായിബാബയുടെ അടുത്ത ഭക്തനായ മാൽസാപതി എന്നും ബാബയോടൊപ്പം മസ്ജിദിലും ചാവടിയിലും കിടക്കുള്ള ആളാണ്. അയാളോടൊരിക്കൽ സായിബാബ പത്രയിലെ ഒരു ബ്രാഹ്മണനാണ് താനെന്നും കുട്ടിക്കാലത്തൊരു ഫക്കീറിന് തന്നെ കൊടുത്തതാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രയിൽ നിന്നും ചില ഭക്തന്മാർ അവിടെ വന്നതായും അവരോട് ബാബ അവിടുത്തുകാരായ ചിലരെപ്പറ്റി അന്വേഷിച്ചതായും പറയുന്നുണ്ട്. ഇതിൽ യാതൊരു അതിശയവുമില്ല. യാതൊരുത്തൻ തൻ്റെ മുഴുവനും ദൈവത്തിങ്കൽ അർപ്പിച്ച് അഹംഭാവവും ശരീരചിന്തയും ഉപേക്ഷിച്ചിരിക്കുന്നുവോ അവർക്ക് ജാതിയും മതവും ഇല്ലല്ലോ. സായിബാബ പോലുള്ളൊരു മഹാത്മാവിന് ജാതിയും ഒരു ജീവിയും മറ്റൊരു ജീവിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അദ്ദേഹം ഫക്കീർമാരൊന്നിച്ച് മത്സ്യമാംസങ്ങൾ ഭക്ഷിക്കുമായിരുന്നു. അതേസമയം ഭക്ഷണത്തിൽ നിന്ന് നായ തിന്നാൽ പോലും യാതൊരു വിഷമവും കാണിക്കുകയുമില്ലായിരുന്നു. അത്തരത്തിലുള്ള പ്രത്യേകതരം വിസ്മയാവഹമായൊരു അവതാരമായിരുന്നു സായിബാബ. എൻ്റെ പൂർവജന സുഹൃതത്താൽ ആ പാവന പാദങ്ങൾക്കരികിലിരുന്ന് അവിടുത്തെ സംസർഗം ലഭിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അവിടുന്ന് കിട്ടിയ ആനന്ദത്തിനും സംതൃപ്തിക്കും അതിരില്ല. സായിബാബ പരിശുദ്ധാനന്ദവും വിജ്ഞാനവുമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റിയും മഹത്വത്തെപ്പറ്റിയും വേണ്ട പോലെ വിവരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാദത്തിങ്കൽ ആനന്ദം കണ്ടെത്തുന്നവരെ അദ്ദേഹം താതാത്മ്യത്വം വരുത്തുന്നു. മോക്ഷേച്ഛുക്കളായ അനവധി സന്യാസിമാരും സാധകന്മാരും സായിബാബയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അദ്ദേഹം അവരുമായി നടക്കുകയും സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുമെങ്കിലും സദാ നാവുകൊണ്ട് അല്ലാ മാലിക് എന്ന് പറയുമായിരുന്നു. അദ്ദേഹം ചർച്ചകളും വാഗ്വാദങ്ങളും ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചിലപ്പോൾ കോപിച്ചിരുന്നെങ്കിലും എല്ലായ്പ്പോഴും ശാന്തനും സമചിത്തനുമായിരുന്നു. എപ്പോഴും വേദാന്തത്തിൻ്റെ സന്ദേശം പകർന്നു കൊടുത്ത സായിബാബ ആരായിരുന്നുവെന്ന് അവസാനം വരെ ആർക്കും അറിഞ്ഞുകൂടാ. രാജാക്കന്മാരും ദരിദ്രന്മാരും എല്ലാവരെയും ബാബ ഒരുപോലെ കണ്ടു. എല്ലാവരുടെയും അന്തരഹസ്യം അറിയാവുന്ന അദ്ദേഹം അത് പറയുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാ ജ്ഞാനത്തിൻ്റെയും ഇരിപ്പിടമായിരുന്നു അദ്ദേഹമെങ്കിലും അജ്ഞാനിയെപ്പോലെ നടിക്കുമായിരുന്നു. ബഹുമതികളെ അദ്ദേഹം വെറുത്തിരുന്നു. ഇതായിരുന്നു സായിബാബയുടെ സ്വഭാവം. മനുഷ്യ ശരീരിയാണെങ്കിലും പ്രവൃത്തി കൊണ്ട് ദേവനാണെന്ന് തെളിയിച്ചു. എല്ലാവരും അദ്ദേഹത്തെ പരമാത്മാവ് ഷിർദിയിൽ അധിവസിക്കുന്നതായി കരുതിപ്പോന്നു. സായിബാബയുടെ സ്വഭാവം. വിഡ്ഢിയായ എനിക്ക് ബാബയുടെ ലീലകൾ വർണ്ണിക്കാൻ എങ്ങനെ കഴിയും? ഷിർദിയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും അദ്ദേഹം പുതുക്കി പണിയിച്ചു.
താത്യാ പട്ടേൽ മുഖാന്തരം ഗ്രാമത്തിലുള്ള ശനി, ഗണപതി, ശങ്കര പാർവതി, ഗ്രാമദേവത, മാരുതി എന്നിവരുടെ ക്ഷേത്രങ്ങൾ നന്നാക്കിച്ചു. അദ്ദേഹത്തിൻ്റെ ധർമ്മം കൊടുക്കലും ശ്രദ്ധേയമായിരുന്നു. ദക്ഷിണയായി വാങ്ങുന്ന പണം മുഴുവൻ വീതിച്ചു കൊടുക്കലായിരുന്നു. ചിലർക്ക് 20 രൂപയും ചിലർക്ക് 15 രൂപയും വീതിച്ചു കൊടുക്കുമായിരുന്നു. ആ പണം കിട്ടുന്നവർ അത് പരിശുദ്ധമായി കരുതുകയും ബാബ ആ പണം നല്ല കാര്യത്തിന് വിനിയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നതായി അവരെ അറിയിക്കുകയും ചെയ്യുമായിരുന്നു. ബാബ ദർശനം കൊണ്ട് ജനങ്ങൾക്ക് വളരെ നേട്ടങ്ങളുണ്ടായി. പലർക്കും ആരോഗ്യം വീണ്ടുകിട്ടി. കുടിലന്മാർ നല്ലവരായി. കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചു. പലരുടെയും ആഗ്രഹം സാധിച്ചു. നീരോ മരുന്നോ കഴിക്കാതെ പല കുരുടർക്കും കാഴ്ച തിരിച്ചു കിട്ടി. നൊണ്ടികൾക്ക് സുഖമായി നടക്കാൻ സാധിച്ചു. ആ മഹാത്മാവിൻ്റെ മഹാത്മ്യം ആർക്കും അളക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഖ്യാതി വിദൂര ദേശങ്ങളിൽ നിന്നും പരന്ന് തീർത്ഥാടകർ നാനാ രാജ്യത്തു നിന്നും വന്നു തുടങ്ങി. ബാബ ധുനിക്കടുത്ത് വിശ്രമിച്ചു കൊണ്ടിരുന്നു. ധ്യാനനിരതനാവുമായിരുന്നു. ചിലപ്പോൾ കുളിക്കും, ചിലപ്പോൾ കുളിക്കില്ല. അദ്ദേഹം തലയിൽ വൃത്തിയുള്ള ഒരു വെളുത്ത തുണി കെട്ടും. ഒരു ധോത്തി ധരിക്കും, ഒരു ഷർട്ടും ധരിക്കുമായിരുന്നു. ഇതായിരുന്നു ആദ്യകാലത്തെ വേഷം. ആദ്യം രോഗികളെ പരിശോധിച്ച് മരുന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെ പരാജയമറിയാതെ ഒരു വലിയ വൈദ്യനെന്ന ഖ്യാതി പരന്നു. ഒരു പ്രത്യേക സംഭവം പറയാം. ഒരു ഭക്തൻ്റെ കണ്ണ് ചുവന്ന് വീർത്തിരുന്നു. ഷിർദിയിൽ ഒരു ഡോക്ടറെയും കാണിക്കാൻ കഴിഞ്ഞില്ല. മറ്റു ഭക്തന്മാർ അയാളെ ബാബയുടെ അടുക്കൽ കൊണ്ടുപോയി. മറ്റു ഡോക്ടർമാർ ഓയിൻമെൻറ്റ്, അഞ്ജനം, മുലപ്പാൽ, കർപ്പൂരം ചേർത്ത മരുന്ന് മുതലായവ ഉപയോഗിക്കാൻ പറയുന്ന സ്ഥാനത്ത് ബാബയുടെ ചികിത്സ പ്രത്യേക തരത്തിലായിരുന്നു. അദ്ദേഹം ബീബ കുരുക്ക് പൊടി പൊടിച്ച് 2 ഉരുളകളാക്കി ഓരോ കണ്ണിലും വെച്ചുകെട്ടി. പിറ്റേന്ന് കെട്ടഴിച്ച് വെള്ളം കൊണ്ട് മുറിയാതെ ധാര ചെയ്തു. എല്ലാ വീർപ്പും ശമിച്ച് കണ്ണ് ചുവപ്പ് നിറം വീണ്ടും വിട്ടു സുഖപ്പെട്ടിരുന്നു. കണ്ണിനു ചേരിൻകുരു യാതൊരു ദോഷവും ചെയ്തില്ല. പല സംഭവങ്ങളിൽ ഒന്ന് മാത്രം ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ബാബയുടെ യോഗസാധനകൾ. ബാബയ്ക്ക് എല്ലാ യോഗസാധനങ്ങളും അറിയാമായിരുന്നു. 2 സംഭവങ്ങൾ ഇവിടെ പറയാം. ധൗതി അഥവാ ശുദ്ധിയാക്കുന്ന വിധം. ബാബ മസ്ജിദിൽ നിന്ന് 3 ദിവസത്തിലൊരിക്കൽ ഒരു അരിയാലിനടുത്തുള്ള കിണറ്റിൻകരയിൽ പോയി വായ കഴുകി കുളിക്കുമായിരുന്നു. ഒരിക്കൽ കുടലുകളെല്ലാം ഛർദ്ദിച്ച് അകവും പുറവും കഴുകി വൃത്തിയാക്കി ഒരു ജാമ്പ മരത്തിന്മേൽ ഉണക്കാനിട്ടു. ഇത് കണ്ട പലരും ഷിർദിയിൽ ഇപ്പോഴുമുണ്ട്. അവർ ഇത് നടന്നതാണെന്ന് പറയുകയും ചെയ്യും. സാധാരണ ധൗതി 22.5 അടി നീളം 3 ഇഞ്ച് വീതിയുള്ള തുണി നനച്ചു വിഴുങ്ങി അരമണിക്കൂർ വയറ്റിൽ നിർത്തി പുറത്തെടുക്കലാണ്. ബാബയുടെ ധൗതി പ്രത്യേക തരത്തിലുള്ളതായിരുന്നു. ഖണ്ഡയോഗം. ഈ വിധിയിൽ ബാബ അവയവങ്ങൾ ഓരോന്നും ദേഹത്തിൽ നിന്ന് പറിച്ചെടുത്ത് മസ്ജിദിൻ്റെ ഓരോ ഭാഗത്ത് വെച്ചു. ഒരിക്കലൊരു മാന്യൻ മസ്ജിദിൽ പോയപ്പോൾ ബാബയുടെ അവയവങ്ങൾ ഓരോന്നും ഓരോ ഭാഗത്ത് കിടക്കുന്നതായി കണ്ട് അയാൾ പേടിച്ച് ഗ്രാമത്തിൽ പോയി ബാബയെ ആരോ വെട്ടിനുറുക്കി വധിച്ചു എന്ന് വിവരം പറയാൻ ഉദ്ദേശിച്ചു. പിന്നീട് അയാൾക്ക് വല്ല കുഴപ്പവും വന്നെങ്കിലോ എന്ന് ഭയന്ന് മിണ്ടാതിരുന്നു. പിറ്റേന്ന് അയാൾ മസ്ജിദിൽ പോയപ്പോൾ ബാബയെ എല്ലാ അവയവങ്ങളോടും കൂടി ആരോഗ്യവാനായി ഇരിക്കുന്നത് കണ്ടു. തലേന്ന് കണ്ടതൊരു സ്വപ്നമായിരിക്കുമെന്ന് അയാൾ വിചാരിച്ചു. ബാബ കുട്ടിക്കാലം മുതൽക്കേ യോഗാഭ്യാസം നടത്തിയിരുന്നു. ആർക്കും അദ്ദേഹത്തിന് അതിലുള്ള ജ്ഞാനത്തെപ്പറ്റി അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് യാതൊരു പ്രതിഫലവും വേണ്ടായിരുന്നു. അനവധി രോഗബാധിതരായി കഷ്ടപ്പെടുന്നവർക്ക് അദ്ദേഹം ആരോഗ്യം വീണ്ടുകൊടുത്തു. ഈ ഡോക്ടർമാരുടെ ഡോക്ടർക്ക് മറ്റുള്ളവരുടെ സുഖത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അതിൽ അദ്ദേഹം അസഹ്യമായ പല വേദനകളും യാതനകളും അനുഭവിക്കുകയും ചെയ്തു. ഒരു ഉദാഹരണം താഴെ പറയാം. അതിൽ സായി ബാബയുടെ സർവ്വവ്യാപിത്വവും കരുണയും വ്യക്തമാക്കാം. ബാബയുടെ സർവ്വവ്യാപിത്വവും കരുണയും. 1910 ആണ്ടിൽ ദീപാവലി ദിവസം ബാബയുടെ അഗ്നിയായ ധുനിക്ക് മുന്നിൽ അദ്ദേഹം തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ധുനിയിൽ വിറകിട്ട തീ നന്നായി കത്തിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ബാബ വിറകിടുന്നതിന് പകരം സ്വന്തം കൈ തീയിലിട്ട് എന്തോ എടുക്കുന്നത് പോലെ കാണിച്ചു. കൈ മുഴുവൻ വല്ലാതെ പൊള്ളിക്കരിഞ്ഞിരുന്നു. ഇത് സേവകൻ മാധവനും മാധവറാവ് ദേശ്പാണ്ഡെയും കാണുന്നുണ്ടായിരുന്നു. മാധവറാവ് ബാബയുടെ അരക്കെട്ടിൽ പിടിച്ച് പിന്നോട്ട് ആഞ്ഞു വലിച്ച്, ദേവ എന്തിനാണിത് ചെയ്തത് എന്ന് ചോദിച്ചു. ബാബയ്ക്ക് പരിസരബോധം വന്ന് ഇങ്ങനെ പറഞ്ഞു. ദൂരപ്രദേശത്തൊരു ഇരുമ്പ് പണിക്കാരൻ്റെ ഭാര്യ ഉലയിൽ തീയരിക്കുന്നുണ്ടായിരുന്നു. അവളെ ഭർത്താവ് വിളിച്ചു. കുട്ടി അവളെ പിടിച്ചു നിൽക്കുന്നത് ഓർക്കാതെ അവൾ ഓടിയപ്പോൾ കുട്ടി ഉലയിൽ വീണുപോയി. ഞാൻ ഉടനെ ഉലയിൽ കൈയിട്ട് കുട്ടിയെ രക്ഷിച്ചു. എൻ്റെ കൈ പൊള്ളിയാൽ പോകട്ടെ, കുട്ടിയെ രക്ഷിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. കുഷ്ഠരോഗി ഭക്തൻ്റെ സേവനം. മാധവറാവ് ദേശ്പാണ്ഡെയിൽ നിന്നും ബാബയുടെ കൈ പൊള്ളിയ വിവരമറിഞ്ഞ് നാനാ സാഹിബ് ചന്ദോർക്കർ ബോംബെയിൽ നിന്നും എല്ലാ മരുന്നുകളുമായി
ഡോക്ടർ പരമാനന്ദനെയും കൂട്ടിവന്ന് ഡോക്ടറെ പരിശോധിക്കുവാൻ അനുവദിക്കണമെന്ന് ബാബയോട് അപേക്ഷിച്ചു. ബാബ അത് നിരസിച്ചു. പൊള്ളിയ മുതൽ ബാബയുടെ കൈ കുഷ്ഠരോഗി ഭക്തനായ ഭാഗോജി ഷിൻഡെയാണ് കെട്ടിയിരുന്നത്. ആ ചികിത്സ പൊള്ളിയ ഭാഗം നെയ്യ് പുരട്ടി തലോടി ഒരു ഇല മേലെ വെച്ച് കെട്ടി പട്ടീസ് കൊണ്ട് മുറുക്കിക്കെട്ടലാണ്. ഇത് വേഗം മാറാനായി നാനാ സാഹിബ് ചന്ദോർക്കർ ബാബയോട് പട്ടീസ് അഴിച്ച് ഡോക്ടർ പരിശോധിച്ച് ചികിത്സിക്കുവാനായി പലതവണ കെഞ്ചി അപേക്ഷിച്ചു. ബാബ സമ്മതിക്കാതെ അള്ളയാണ് ഡോക്ടർ എന്ന് പറഞ്ഞ് ഒരിക്കലും കൈ പരിശോധിക്കുവാൻ അവസരം കൊടുത്തില്ല. ഡോക്ടർ പരമാനന്ദൻ്റെ മരുന്ന് ഷിർദിയിലെ വായുസ്പർശം പോലും തുറക്കാത്ത കാരണം ഏറ്റില്ല. പക്ഷേ ഡോക്ടർ ബാബയെ ദർശിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. ഭാഗോജിയുടെ ചികിത്സ ദിവസവും നടന്നു. കുറച്ചു ദിവസത്തിനകം പൊള്ളലുണങ്ങി എല്ലാവരും സന്തുഷ്ടരായി. വല്ല വേദനയും പിന്നെ ഉണ്ടായിരുന്നുവോ എന്നാർക്കും അറിഞ്ഞുകൂടാ. എല്ലാ രാവിലെയും ഭാഗോജി പട്ടീസ് അഴിച്ച് നെയ്യ് കൂട്ടി തലോട്ടി പട്ടീസ് മുറുക്കി കെട്ടൽ തുടർന്നു. ഇത് സായിബാബയുടെ സമാധി വരെ മുടങ്ങാതെ നടന്നു. പരമസിദ്ധനായ സായിബാബയ്ക്ക് ഈ ചികിത്സ വേണ്ടിയിരുന്നില്ലെങ്കിലും തൻ്റെ ഭക്തൻ്റെ ഉപാസന മുടങ്ങാതെ നടക്കാൻ ഭാഗോജിയുടെ സേവനം അനുകമ്പ കൊണ്ട് മാത്രം നിത്യവും സ്വീകരിക്കുകയായിരുന്നു. ബാബ ലെണ്ടിത്തോട്ടത്തിലേക്ക് പോകുമ്പോൾ ഭാഗോജി അദ്ദേഹത്തിന് കുടപിടിച്ച് കൂടെ പുറപ്പെടുമായിരുന്നു. എല്ലാ രാവിലെയും സായിബാബ ധുനിക്കടുത്തിരുന്ന് തൂണിനടുത്തിരിക്കുമ്പോൾ ഭാഗോജി ഹാജരായി സേവനം നടത്തി വന്നു. ഭാഗോജി കഴിഞ്ഞ ജന്മം ഒരു പാപിയായിരുന്നു. അത് കാരണം കുഷ്ഠം പിടിച്ച് വിരൽ മുരടിച്ച് ദേഹം മുഴുവൻ ചലം നിറഞ്ഞ് നാറുന്നുണ്ടായിരുന്നു. പുറമേക്ക് നിർഭാഗ്യവാനായി കാണുന്നുവെങ്കിലും ആന്തരികമായി അയാൾ ഭാഗ്യവാനും സന്തുഷ്ടനുമായിരുന്നു. കാരണം ഭാഗോജി ബാബയുടെ പ്രധാന സേവകനും ബാബയുടെ സാമീപ്യത്തിൻ്റെ ഫലം നേടിയ ആളുമായിരുന്നു. ഖബർദയുടെ മകൻ്റെ പ്ലേഗ്. ബാബയുടെ ലീലയുടെ മറ്റൊരു ഉദാഹരണം പറയാം. അമരാവതിയിലെ ദാദാസാഹേബ് ഖബർദയുടെ ഭാര്യയും മകനും കൂടി ഷിർദിയിൽ വന്ന് കുറച്ചു ദിവസം താമസിച്ചു. മകന് പനി വന്ന് അത് പ്ലേഗായി മാറി. അമ്മയ്ക്ക് പേടിയായി. അമരാവതിക്ക് തിരിച്ചു പോവാമെന്ന് കരുതി ബാബയെ കാണാൻ പുറപ്പെട്ടപ്പോൾ ബാബ വാടയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവർ തൻ്റെ മകൻ പ്ലേഗ് പിടിപെട്ട് കിടക്കുകയാണെന്ന് ബാബയോട് പറഞ്ഞു. ബാബ പറഞ്ഞു, സാരമില്ല, ആകാശം കാറ് നിറഞ്ഞു കാണുമെങ്കിലും ഉടനെ നിർമ്മലമാവും, എല്ലാം ശരിയാകും. ഇതും പറഞ്ഞ് ബാബയുടെ കഫ്നി അരവരെ പൊക്കി അവിടെയുള്ള എല്ലാവർക്കും കാണിച്ചു. അപ്പോൾ ബാബയുടെ ദേഹത്തിൽ കോഴിമുട്ട വലുപ്പത്തിൽ പൂർണ്ണമായി വളർന്ന 4 പ്ലേഗ് കുരുക്കൾ ഉണ്ടായത് എല്ലാവരും കണ്ടു. നോക്കിൻ, എൻ്റെ ഭക്തന്മാർക്കു വേണ്ടി എനിക്ക് എന്തെല്ലാം സഹിക്കണം, അവരുടെ ദുഃഖം എൻ്റെ ദുഃഖമാണ് എന്നും പറഞ്ഞു. ഇത് കണ്ട് ഋഷിമാർ ഭക്തന്മാർക്കു വേണ്ടി സഹിക്കുന്ന കഷ്ടപ്പാടിനെ പറ്റി കാണികൾക്ക് ബോധ്യം വന്നു. ഋഷിമാരുടെ മനസ്സ് ആർദ്രവും വെണ്ണയേക്കാൾ മൃദുലവുമാണ്. അവർ ലാഭേച്ഛ കൂടാതെ ഭക്തന്മാരെ സ്നേഹിച്ച് അവർ ബന്ധുക്കളാണെന്ന് കരുതിപ്പോകുന്നു. പന്ധർപൂർ യാത്രയും താമസവും. സായിബാബ എപ്രകാരം ഭക്തന്മാരെ പ്രേമിച്ചെന്നും അവരുടെ ആഗ്രഹങ്ങളും ചലനങ്ങളും എങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കിയെന്നും വിവരിച്ച് ഞാൻ ഈ അധ്യായം അവസാനിപ്പിക്കാം. ബാബയുടെ വലിയ ഭക്തനായ നാനാ സാഹിബ് ചന്ദോർക്കർ ഖണ്ഡേഷിലെ നന്ദർബാറിൽ മംലദ്ദാറായിരുന്നു. അയാൾക്ക് പന്ധർപൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അദ്ദേഹത്തിൻ്റെ സായി ഭക്തി അങ്ങനെ ഭൂമിയിലെ സ്വർഗമായ പന്ധർപൂരിൽ താമസിക്കാൻ സാധ്യമായതിനാൽ ഫലവത്തായി. ഉടനെ ചാർജ് എടുക്കേണ്ടതുള്ളതിനാൽ ഷിർദിയിൽ ആർക്കും എഴുതാതെ പെട്ടെന്ന് പുറപ്പെട്ടു. അദ്ദേഹത്തിന് തൻ്റെ പന്ധർപൂരായ ഷിർദിയിൽ ആരെയും മുൻകൂട്ടി അറിയിക്കാതെ വന്ന് തൻ്റെ വിറ്റോബയായ ബാബയെ ദർശിക്കണമെന്നും എന്നിട്ട് പന്ധർപൂരയ്ക്ക് പോകണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. ആർക്കും അദ്ദേഹത്തിൻ്റെ ആഗമന വിവരം അറിയില്ലെങ്കിലും എല്ലാം അറിയുന്ന ബാബ അത് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. നാനാ സാഹിബ് ഷിർദിയിൽ നിന്ന് ഏതാനും നാഴിക അകലെയുള്ള നിമഗാവോണിൽ ഇറങ്ങിയപ്പോൾ ഷിർദിയിലെ മസ്ജിദിൽ ചില ചലനങ്ങളുണ്ടായി. ബാബ മാൽസാബദിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പ ഷിൻഡെ, കാശിൻ റാം എന്നിവരും ഉണ്ടായിരുന്നു. ബാബ പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് 4 പേർക്കും ഭജന പാടാം. പന്ധരിയുടെ നട തുറന്നിരിക്കുന്നു, നമുക്ക് ആനന്ദത്തോടെ പാടാം. അവർ പാടി. പാട്ടിൻ്റെ അർത്ഥം പന്ധർപൂരിൽ പോകണം, എനിക്കവിടെ താമസിക്കണം, അതെൻ്റെ പ്രഭുവിൻ്റെ ആസ്ഥാനമാണ് എന്നതായിരുന്നു. ബാബ പാടും, മറ്റുള്ളവർ ഏറ്റുപാടും. കുറച്ചു സമയത്തിനുള്ളിൽ നാനാ സാഹിബും കുടുംബവും വന്നെത്തി. നമസ്കരിച്ച് ബാബയോട് അവരോടൊപ്പം പന്ധർപൂരിൽ വന്ന് താമസിക്കാൻ അപേക്ഷിച്ചു. ഈ ക്ഷണം ആവശ്യമില്ലായിരുന്നു. കാരണം കൂടെ പാടിയിരുന്ന ഭക്തന്മാർ പറഞ്ഞു, ബാബ പന്ധർപൂരിലേക്ക് പോവാൻ താല്പര്യം കാണിച്ചിരിക്കുകയാണെന്ന്. ഉടനെ നാനാ സാഹിബ് മനസ്സലിഞ്ഞ് ബാബയുടെ കാൽക്കൽ വീണു.
പിന്നെ ബാബയുടെ അനുവാദവും ഉധിയും അനുഗ്രഹവും വാങ്ങി നാനാ സാഹിബ് പന്ധർപൂർക്ക് യാത്രയായി. ബാബയുടെ കഥകൾക്ക് അവസാനമില്ല. ഞാനിവിടെ തൽക്കാലം നിർത്തട്ടെ. അടുത്ത അധ്യായത്തിൽ മറ്റു വിഷയങ്ങൾ പറയാനുണ്ട്. മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം, ബാബയുടെ ഭിക്ഷ എടുത്ത ജീവിതം, ബായാജബായിയുടെ സേവനം മുതലായ കഥകൾ. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.